ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ, അതായത് കിച്ചൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ഡ്രസ്സിങ് യൂണിറ്റാണ് അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഒരു ഡ്രസ്സിങ് യൂണിറ്റാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ മേലെ നിങ്ങൾ 2 ഡോറ് കൊടുത്തിട്ട്, അതുപോലെ തന്നെ താഴെ ഇത്രയും വലിയൊരു സ്പേസിൽ നമ്മൾ ഫുള്ളായിട്ട് മിററാണ് അവർക്ക് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാണാം, ഇതുപോലെ ഉള്ളിൽ റാക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെർഫ്യൂമും മറ്റുമൊക്കെ വെക്കാനായിട്ട് പറ്റും. മേലെ ഒരു ലോഫ്റ്റിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഡോർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ബോക്സ് ആയിട്ട് ചെയ്തിട്ട് ഡോർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് ഒരു ഡ്രോവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രോവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിറയെ തിങ്സ് വയ്ക്കാം. ഒരു അത്യാവശ്യം വലിയ ഡ്രോവറാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും അലുമിനിയത്തിൽ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡ്രസ്സിങ് യൂണിറ്റാണത്. അതിൽ ട്യൂബ് ഹാൻഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിലാണ്. അതിൻ്റെ ഹാൻഡിൽ സെക്ഷൻ വരുന്നതെല്ലാം ഗോൾഡൻ കളറിലാണ്. മറ്റ് ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിമും, അതല്ലാതെ HPL ഷീറ്റുമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു ഡിഫറെൻറ്റ് കളറിൽ ഒരു ലോഫ്റ്റ് മാത്രം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒരു ലോഫ്റ്റ് മാത്രം നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് ഒരു ബെഡ്റൂമും കൂടെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ 2ാമത്തെ ബെഡ്റൂമിലും നമ്മൾ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു കളറിൽ അലുമിനിയത്തിൽ കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു വാർഡ്രോബ് പ്ലസ് ലോഫ്റ്റാണ്. ഒരു 4 ഡോർ വരുന്ന രീതിയിൽ ഒരു വാർഡ്രോബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡോറിലും നമ്മൾ ലോക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മേലെ കംപ്ലീറ്റ് ലോഫ്റ്റും, താഴെ ഈ ഒരു വാർഡ്രോബ് നമ്മൾ തന്നെ വർക്ക് ചെയ്തെടുത്ത ഒരു വാർഡ്രോബാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇവിടെ സിവിൽ വർക്കോ അല്ലെങ്കിൽ അകത്ത് ഗ്രാനൈറ്റോ കടപ്പാക്കല്ലോ പോലുള്ള ഒരു കാര്യങ്ങളും ക്ലൈൻറ്റ് ചെയ്തിട്ടില്ല. ഈ ഡോർ നമ്മൾ ഓൾറെഡി അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡോറും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി അവർ തിങ്സ് ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ഈ ഒരു ഡോർ മാത്രം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിന് അകത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാ പാർട്ടീഷൻസും, അതില്ലാതെ കണ്ടില്ലേ, എല്ലാ ഭാഗത്തും നമ്മൾ ഷീറ്റ്, വാളിലടക്കം നമ്മൾ ഷീറ്റ് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഡോർ വരുന്ന വാർഡ്രോബ് നമ്മൾ ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല മേലെ ഒരു ലോഫ്റ്റും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഡോറിൽ നമ്മളൊരു മിററും പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ ടോട്ടലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹാൻഡിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ട്യൂബ് ഹാൻഡിലാണ്. ട്യൂബ് ഹാൻഡിൽ അലുമിനിയത്തിൽ തന്നെ വരുന്ന ട്യൂബ് ഹാൻഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും ചാമ്പ്യൻ സ്റ്റീലിൻ്റെ കളറാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മൾ 2 റൂമിലെയും ബെഡ്റൂമും അതുപോലെ തന്നെ കിച്ചണും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോയി നോക്കാം എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് വരും.